തിരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തുമ്പോൾ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. ഇക്കുറി സത്യപ്രതിജ്ഞ UDF-ന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസം നിറച്ച് ശക്തമായ പ്രസ്താവനയുമായി കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾക്ക് മറുപടിയായി മെയ് 5 ഒരുക്കുന്ന പന്തലിൽ UDF മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടെത്തിയ ജില്ലാ നിയോജകമണ്ഡലം നേതാക്കൾക്ക് കോതമംഗലം ലയൺസ് ക്ലബ് ഹാളിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് കുടുംബം ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കുടുംബത്തിന് ശേഷം കോതമംഗലത്ത് കേരള കോൺഗ്രസ് MLA ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അശ്രദ്ധ പരിശ്രമം നടത്തി ആത്മാർത്ഥതയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെയ് 4 വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ കുറെയെല്ലാം ആശയക്കുഴപ്പങ്ങളും കേരള കോൺഗ്രസിന്റെയും UDF-ന്റെയും തലങ്ങളിൽ വിവിധങ്ങളായ പ്രതികരണങ്ങളും ഒക്കെ സംഭവിച്ച സന്ദർഭങ്ങളിൽ അതെല്ലാം തൃപ്തികരമായി പരിഹരിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി, ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരേണ്ട ആവശ്യകത ആദ്യഘട്ടത്തിൽ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. രാഷ്ട്രീയ മാറ്റത്തിനായുള്ള ജനവികാരം ശക്തമാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ച പോലെ 100-ൽ അധികം സീറ്റുകൾ നേടി UDF വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കോതമംഗലം ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് AT പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ പ്രത്യേകമായി അറിയിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്നു. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ബൂത്തുകളിലും സജീവമായി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. 192-191 ബൂത്തുകൾ നമുക്കറിയാം. വലിയ വിസ്തൃതമായ ഒരു പ്രദേശം, 8 പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ ഒരു മുനിസിപ്പാലിറ്റി. വളരെ അങ്ങ് മാമലക്കണ്ടം മുതൽ ഇങ്ങേറ്റം നെല്ലിക്കുഴി വരെയുള്ള നമ്മുടെ വിസ്തൃതമായ പ്രദേശത്ത് എല്ലായിടത്തും ഓടി എത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്. പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്ന് ഇത് നയിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തിളക്കമാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞത്. കേരള കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ ജോമി തെക്കേക്കര, റോയ്സ് കറിയ, CK സത്യൻ, ബാബു പോൾ, റാണിക്കുട്ടി ജോർജ് അമ്പാട്ട്, ആന്റണി ഓലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, ജോജീസ് കറിയ, ടോമി ജോസഫ്, NC ചെറിയാൻ, AM എൽദോസ്, KM ആന്റണി, KK കോയാൻ, സജി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ജോണി പുളിന്തടം, ലിസി പോൾ, അഡ്വക്കേറ്റ് ജോസഫ് കിരൺ, എൽദോസ് വർഗീസ്, മാമച്ചൻ സ്കറിയ, ജോസ് കവളമാക്കൻ, ഷാജി അമ്പാട്ടുകുടി, ആശ വർഗീസ്, ബിനോയ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.